ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ പൊന്നുകുട്ടിയോട് വിവരങ്ങളെല്ലാം നമ്മുടെ അഭിയും അതുപോലെ തന്നെ നിരഞ്ജനയും കൂടി ഇരുന്ന് പറയുവാണ്. ജാനകി അമ്മയെ കാണാൻ പോയതാണെന്ന്. എന്നിട്ട് അമ്മാമ്മയെ കണ്ടെത്തിയോ അച്ഛാ എന്ന് പൊന്നുകുട്ടി ചോദിക്കും കേട്ടോ. ആ കണ്ടു എന്നും പിന്നെ നിന്റെ അമ്മയുടെ അമ്മയെ തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ പൊന്നുകുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു സ്ഥലത്ത് ആരോരും ഇല്ലാതെ ഒരു ആശ്രമത്തിൽ പൊന്നുവിൻ്റെ അമ്മാമ്മ ജീവിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പൊന്നുവിൻ്റെ അമ്മ ഇപ്പോൾ അമ്മാമ്മയുടെ കൂടെ ഉള്ളതെന്ന കാര്യമൊക്കെ പറയുവാണ്. ജാനകി അമ്മയെ കണ്ട വിവരം പൊന്നു ഇവിടെ വേറെ ആരോടും പറയരുത് കേട്ടോ എന്നൊക്കെ അഭി പറഞ്ഞപ്പം ആ ശരിയെന്ന് പറഞ്ഞു. അമ്മാമ്മ ഇവിടെ വന്നിട്ടേ എല്ലാവരും ഇത് അറിയാൻ പാടുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ അച്ഛൻ സത്യം തന്നെയാണോ പറയുന്നത്? അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയ സത്യം അത് മോളല്ലേ. ആ മോളോട് അച്ഛൻ കള്ളം പറയുമോ? മോളെ സത്യം ചെയ്ത് അച്ഛൻ പറയുക. അച്ഛൻ പറഞ്ഞത് കള്ളവല്ല, സത്യമാണ്. ജാനകി അവളുടെ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ അമ്മാമ്മയെ പൊന്നുവിനും കാണണമല്ലോ അച്ഛാന്നൊക്കെ പറഞ്ഞപ്പം അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതിന് കുറച്ച് സമയം കൂടി പൊന്നു കാത്തിരിക്കണം. അമ്മാമ്മയുടെ മോളാണ് ജാനകി എന്നുള്ള വിവരം അവിടെയുള്ളവർക്ക് ആർക്കും അറിയില്ലല്ലോ. ഒരു ഓർഫണേജിലാണ് അമ്മാമ്മ ഉള്ളതെന്ന കാര്യമൊക്കെ പറഞ്ഞു. അച്ഛൻ അവിടെ ചെന്ന് അമ്മാമ്മയാണ് ജാനകിയുടെ അമ്മയെന്നുള്ളതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ വേണം. എങ്കിലല്ലേ അമ്മാമ്മയെ വിട്ടു തരത്തുള്ളൂ. അമ്മാമ്മയുമായി തിരിച്ചു വരുന്നത് വരെ നല്ല കുട്ടിയായിട്ട് പൊന്നിവിടെ ഇരിക്കില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇരുന്നോളാന്ന് പറഞ്ഞു. പബിയേട്ടൻ ഒട്ടും വൈകാതെ അങ്ങോട്ട് പോകാൻ നോക്കാനായിട്ട് പറഞ്ഞു നിരഞ്ജന. അപർണയ്ക്ക് പല സംശയങ്ങളും ഉണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലാണ് അമ്മയും സംസാരിക്കുന്നതെന്നും ജാനയടുത്ത് കൊണ്ടുവരുന്നത് മറ്റാരെയോ ആണെന്നുള്ളൊരു രീതിയിലാണ് സംസാരം അവരുടെ. അപ്പോൾ അവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നിരഞ്ജനെ. അമലിനോട് ഈ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നേരത്തേക്കും പറയാം. പിന്നെ അത് ഞാൻ അവനോട് മറച്ചു വെക്കുന്നതൊന്നുമല്ല, സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണെന്നുള്ള കാര്യങ്ങളും പറയുവാട്ടോ നമ്മുടെ അഭി. അപർണയോട് ഏറ്റുമുട്ടുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് പറയരുതെന്ന് പറഞ്ഞാലും അവനൊരു പക്ഷേ ഇത് വിളിച്ചു പറഞ്ഞെന്ന് വരും. സാവകാശമല്ല അവനോട് പറയാമെന്നുമായി അഭി. പിന്നെ ആദ്യം അവിടെ ചെന്ന് അമ്മയൊന്ന് കാണട്ടെ. അപ്പോൾ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ അച്ഛൻ പോയിട്ട് വരട്ടെ, പൊന്നു വരാൻ പറഞ്ഞ് നിരഞ്ജന കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകണു. അബി അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അബി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും അങ്ങ് നമ്മുടെ അമൽ വരിക. അപ്പോൾ ഏട്ടൻ പുറത്തേക്കെല്ലാം പോവാണോ എന്ന് ചോദിച്ചു. അതെ. ജാനി അടുത്ത് പോയിട്ട് ഫലമൊന്നും ഉണ്ടായില്ല അല്ലേ എന്ന് അമൽ ചോദിക്കുക. ഏട്ടത്തി ഇന്നലെ വരാതിരുന്നപ്പോൾ ഏട്ടത്തി അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ അപർണയോട് പറഞ്ഞു എന്ന് അമൽ പറയാം. നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെന്ന് അബി അന്നേരം ചോദിച്ചു. അവളെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ അങ്ങനെയൊക്കെ പറയണം ഏട്ടാ. നീ ഇങ്ങനെ ജയിക്കാൻ വേണ്ടി ചുമ്മാ കയറി ഓരോന്ന് പറയരുത്. അപ്പോൾ എത്ര നാളത്തേക്ക് ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് അപർണ അതുവഴി വരുന്നതും അപർണ ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ട് പെട്ടെന്ന് ആ ഒരു ഭിത്തിയുടെ മറവിലേക്ക് മാറുന്നത്. ഇവർ തമ്മിൽ എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അഭി നോക്കുമ്പോൾ ഇവൾ അവിടെ നിൽക്കുന്നത് അഭി കണ്ടു. അഭി അന്നേരത്തേക്കും പെട്ടെന്ന് ട്യൂൺ മാറ്റുക. അവളത് കേൾക്കരുത് എന്നുള്ളൊരിതിൽ അവൾ കേൾക്കുവാണെങ്കിൽ വേറെ വല്ലതും കേട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി അവളോടൊരു പഴയ കൂട്ടുകാരി വിളിച്ച പ്രകാരം പോയതാണ്. അവിടെ എത്തിയപ്പോൾ രാത്രിയായി. ഇപ്പോൾ അവൾ ആ കൂട്ടുകാരിയുടെ വീട്ടിലുണ്ടെന്നും അഭി പറയുവാണ്. അവിടെ ഏതെങ്കിലും ഓർഫണേജിൽ അന്വേഷിക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാനും അങ്ങോട്ട് തന്നെയാ. പിന്നെ ഞാൻ കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ അത് അവൾക്ക് ഉണ്ടാകരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം അപർണ അവിടെ നിന്ന് കേൾക്കുന്നതായിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്, പ്രത്യേകിച്ച് അഭിക്ക്. പിന്നെ നീ എന്താ ചിന്തിക്കുന്നതെന്നൊക്കെ എനിക്കറിയുന്ന അമൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പം വെറുതെയുള്ള അലച്ചിലാണെന്നല്ലേ എന്ന് അഭി ചോദിച്ചപ്പോൾ ഏട്ടത്തിയുടെ അമ്മയെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അപർണയുടെ വായ അടപ്പിക്കാമായിരുന്നു എന്ന് അമൽ പറയും. ഇതൊക്കെ അവൾ നിന്ന് കേൾക്കുമല്ലേ. ഏട്ടത്തെ ഇന്നലെ കാണാതായപ്പോൾ അപർണയ്ക്കായിരുന്നു കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അഭി. എടാ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്ന് ജാനകിക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് പറഞ്ഞു അഭി. ജാനിയടുത്തിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചു പോയോ എന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ആവശ്യമായി മാറിയിരിക്കല്ലേ ഏട്ടാ. അപ്പോൾ അതിനുവേണ്ടി കുറേ നമ്മൾ അലഞ്ഞതല്ലേ. ഇപ്പോഴത്തെ ഈ ഒരു ശ്രമം അവസാനത്തേതാണെന്ന് ഞാൻ ജാനകിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അവൾ അത് സമ്മതിക്കുകയും ചെയ്തതാണെന്നും ഇന്നത്തോടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം അത് അവസാനിപ്പിക്കുമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി പറയാം. അപ്പോഴേക്ക് ഇവളവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ആലോചിക്കും കേട്ടോ. അപ്പോൾ അതെന്താ ഏട്ടാ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലാന്ന് മനസ്സിലാക്കി തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അന്നേരം അഭി ഇത് പറയണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാരണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കുക ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി, അത് കേൾക്കാൻ വേണ്ടിയുള്ള ആ ക്യൂരിയോസിറ്റിയോടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപർണ അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. ആ സമയത്ത് ആദ്യമേ ഇതിനൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു. ഏട്ടത്തിയുടെ ശ്രമങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നതാണെന്നും ഇന്നലെ അമ്മയെ കണ്ടെത്തിയെന്ന് വരെ ഞാനും കരുതിയെന്നൊക്കെ അമൽ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ അപർണ അവിടെ നിൽക്കുന്നത് അഭിക്ക് അറിയാമല്ലോ. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഇനി എന്തൊക്കെ അപർണ പറയുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. ഏട്ടത്തി തോറ്റു മടങ്ങി വരുന്നത് കാണാൻ കാത്തിരിക്കുക അവളെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ എടാ അവൾക്കും കുറച്ച് സന്തോഷമൊക്കെ കിട്ടിക്കോട്ടെ.
എന്നാൽ ശരിയടാ ഞാൻ ഇറങ്ങുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് അബി യാത്ര പറഞ്ഞങ്ങ് പോയി. അബി പോകുന്ന തൊട്ട് പുറകെ പിന്നെ കാണിക്കുന്ന തമ്പി ജീവനും കൊണ്ട് ഇറങ്ങി ഓടുക. അപ്പോൾ തമ്പി അങ്ങ് ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും ഭാര്യ വന്നിട്ട് ചോദിച്ചു, നിങ്ങളിത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിന് സുഖമുള്ള ചില കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തു നിന്നതെന്ന് പറഞ്ഞു. എൻ്റെ മോളെന്നെ വിളിച്ചടി. അപ്പോൾ നിങ്ങളുടെ മോള് മാത്രമല്ല, മരുമകളായി ഉണ്ണിത്താൻ്റെ മോളും അവിടെ ഇല്ലേന്ന് ചോദിച്ചു. അയാളും മോളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് വരുന്നില്ലല്ലോ. ഞങ്ങൾ തമ്മിലേ നല്ല വ്യത്യാസമുണ്ടടി. ഉണ്ണിത്താൻ മോളെ കൈ ഒഴിഞ്ഞു വിടുകയായിരുന്നു, പക്ഷെ തമ്പി മോളെ കെട്ടിച്ചാടി വിട്ടത് ആ നിലയ്ക്ക് എൻ്റെ മോളുടെ ക്ഷേമം അന്വേഷിക്കാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവേണ്ടി വരുവടിയെന്ന് പറഞ്ഞാൽ ഈ തമ്പി. അപ്പോഴത്തേക്ക് അപർണ വീട്ടിലെത്തി. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ച്, നീ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോടി മോളെ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പം അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇരിപ്പ് ഉറക്കുന്നില്ല അച്ഛാ. അമലിൻ്റെ അച്ഛൻ്റെ മരണത്തോടെ എന്തൊക്കെയോ അന്തർനാടകങ്ങൾ അളകാപുരിയിൽ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്നേരത്തേക്ക് ഈ അപർണ പറയും. അവിടെ ഇനി എന്ത് അന്തർനാടകം നടക്കാനാടി മക്കളെ? അവിടെ ഇനി എന്ത് നാടകം നടന്നാലും അതിൻ്റെ പിന്നിലെ ചരട് നിൻ്റെ കയ്യിലല്ലേ അടിയിരിക്കുന്നത്. നീ അറിയാതെ എന്ത് നാടകമാടി എന്നൊക്കെ പറഞ്ഞ് തമ്പി ഒന്ന് ചിരിക്കുമ്പോൾ അച്ഛൻ ചിരിച്ചു തള്ളാനേ വരട്ടെ. അബിക്കും ജാനകിക്കും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തിരിച്ചറിയുന്നവളാണ് ഞാനെന്ന് അപർണ അന്നേരം പറഞ്ഞു. തമ്പിയുടെ മുഖം അങ്ങ് വളിച്ചു. അതെൻ്റെ മുന്നിൽ അവർ കീഴടങ്ങി തരുന്നതാണെന്ന് അച്ഛൻ വിചാരിച്ചാലും ഞാനതൊരിക്കലും വിശ്വസിക്കില്ല എന്നുള്ള കാര്യം മകൾ അച്ഛനോട് പറയാം. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും. ഇവളെന്തീ പറയുന്നേ? ജാനകിയുടെ അച്ഛനെയും അമ്മയെയും കണ്ടെത്തി കൊണ്ടുവരാൻ നമ്മൾ നടത്തിയ വെല്ലുവിളി മുതലാണ് അവർ ഈ കാണുന്ന മാറ്റങ്ങൾ മുഴുവൻ സംഭവിച്ചത്. എടി മോളെ, അത് തന്നെയാണ് അവൾ തോറ്റ് കീഴടങ്ങിയെന്ന് ഞാൻ പറയുന്നതെന്നൊക്കെ തമ്പി അന്നേരം പറഞ്ഞു. എന്താ പുതിയ വിശേഷമെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് തനിച്ചു പോയ ജാനകി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി എവിടെ പോയതാണെന്ന് അമ്മ ചോദിച്ചു മോളോട്. അബിക്കല്ലാതെ ജാനകി എവിടെ പോയതാണെന്ന് ആർക്കും അറിയില്ല എന്നും അമലിനും അതറിയില്ല എന്ന കാര്യങ്ങളും അപർണ പറയാം. ഇപ്പോൾ അമലും അഭിയും തമ്മിൽ പഴയതുപോലെ സംസാരവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടാണോ ജാനകി പോയെന്ന് ചോദിച്ചപ്പോൾ പൊന്നു വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഓർഫണേജിൽ അവളുടെ അമ്മയെ തേടി പോയതായിക്കൂടെ, അല്ലാതെ പിന്നെ അവൾ എവിടെ പോകാനാണെന്നൊക്കെ തമ്പി ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒരു രാത്രി അവൾ എവിടെ കഴിച്ചു കൂട്ടാനാണെന്ന് ചോദിച്ചു കൂട്ടോ ഈ അമ്മ. ഇനി അവൾ അമ്മയെങ്ങാനും കണ്ടെത്തി കാണൂ എന്നിങ്ങനെ പുള്ളിക്കാർ ചോദിക്കുമ്പോൾ അപ്പനും ഞെട്ടി. അപ്പോൾ അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കും ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പം നീ എന്തൊക്കെയാടി മോളെ ഈ പറയുന്നത്? ഇത്രയും കാലം ഇല്ലാതിരുന്ന അമ്മ ഇപ്പോൾ എവിടെ പോയി കൊണ്ടുവരാനാടി? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും അവളുടെ അമ്മയെ എവിടെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്, ഓടിച്ചൊന്ന് കൂട്ടിക്കൊണ്ട് വരാനെന്നൊക്കെ തോന്നുമല്ലോ. എടി മോളെ, 1/4 നൂറ്റാണ്ട് മുന്നത്തെ കഥകളല്ലേടി ഇതൊക്കെ. അത് അനാഥ എന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിലിട്ട് കൊടുത്ത് അഭിയുടെയും അവളുടെയും സ്വസ്ഥത കെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചതെന്നുള്ള കാര്യം തമ്പി പറയുന്നു. അതിപ്പോൾ നിന്റെ സ്വസ്ഥത കെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുത്തോ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛൻ മോളോട് ദേഷ്യപ്പെടുക. ജാനകിക്ക് അച്ഛനെയും അമ്മയെയും കാണണമെങ്കിൽ ഇനിയൊരു ജന്മം കൂടി പിടിക്കും. അന്നും ഇതുപോലെ അനാഥയായിട്ടാണ് ജന്മമെങ്കിൽ അവളുടെ മോഹം അത് നടക്കാനും പോകുന്നില്ലെന്നും പറഞ്ഞ് തമ്പി ഇങ്ങനെ പരിഹസിച്ച് ചിരിക്കുക. അങ്ങനെ പരിഹാസവും ചിരിയൊക്കെ ആയിട്ട് തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചാണ് അപർണ നിൽക്കുന്നത്. അന്വേഷിച്ച് നടന്നു മടുക്കുമ്പോൾ നാണം കേട്ട് അവൾ നിന്റെ മുന്നിൽ തന്നെ വന്ന് നിന്നോളും, ധൈര്യമായിട്ട് നീ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ രാവിലെ അഭിയും പോയിട്ടുണ്ട്. ജാനകി എവിടെയുണ്ടോ അവിടേക്ക് തന്നെയാണ് അഭിയും പോയിരിക്കുന്നതെന്നും അതിലൊരു സംശയം ഇല്ല എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി വലിയ ആപത്തും പറ്റി ജാനകി ഹോസ്പിറ്റലിലോ മറ്റോ ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. എങ്കിലും രാത്രി തന്നെ അഭി പോവത്തില്ലേന്ന് അപർണ. സംഗതി നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല, കാര്യങ്ങൾക്ക് എന്തൊക്കെയോ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപർണ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അവളിനി അവളുടെ അമ്മയെ കണ്ടുപിടിച്ച് കാണുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ കൊണ്ടുവരട്ടെ നമുക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തമ്പി ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന പൊന്നുകുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നിരഞ്ജന അങ്ങോട്ടേക്ക് ചെന്നു. പൊന്നുകുട്ടി എന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലും അമ്മയും കൊണ്ട് വരുമ്പോഴേ പൊന്നുകുട്ടി ഇവിടെ വേണ്ടേന്ന് ചോദിച്ചു. എന്തായാലും നമുക്ക് ഇപ്പോൾ ഔട്ടിങ്ങിന് പോകാം, അച്ഛനോട് പറയാം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വിളിക്കാൻ, അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മാമ്മയ്ക്ക് ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ അമ്മാമ്മയെ എല്ലാവരും അനാഥാലയത്തിൽ കൊണ്ടാക്കിയതെന്നൊക്കെ എന്തായാലും ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലാതായി അമ്മാമ്മയെ പോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ പൊന്നു പറഞ്ഞപ്പോൾ പൊന്നുവിൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലാഞ്ഞിട്ടാണോ ഇപ്പോൾ അമ്മാമ്മ എവിടെയുണ്ടെന്ന് മനസ്സിലായത്? പൊന്നുവിൻ്റെ അമ്മ പൊന്നുവിനോട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അമ്മാമ്മ എന്തിനാ അമ്മയെ വിട്ടിട്ട് പോയതെന്നൊക്കെ പൊന്നുകുട്ടി ഇങ്ങനെ ചോദിക്കാം. അമ്മാമ്മേനെ ആരെങ്കിലും കൊണ്ടുവിട്ടതാണോ, മുത്തശ്ശിയെ കൊണ്ടുവിട്ടതുപോലെ എനിക്കങ്ങനെയാണ് തോന്നുന്നതെന്നൊക്കെ ഈ കുഞ്ഞു മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരോട് പറയാനാ, മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ചെറിയമ്മയ്ക്ക് മറ്റൊരു കാര്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരഞ്ജന പറയുക. പൊന്നുവിൻ്റെ അമ്മയുടെ വേദന അനാഥയായി പോയതാണെന്നും ചെറിയമ്മയുടെ വേദന മറ്റൊരു വേദനയാണ്, അത് ചെറിയമ്മയ്ക്ക് ആരോടും പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോരോ വേദനകളുണ്ടെന്നൊക്കെ പറയുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ചെറിയമ്മയ്ക്കും ഉണ്ട് വേദന, എല്ലാം നമ്മൾ അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എൻ്റെ അമ്മയുടെ കൂടെ അമ്മാമ്മ വരുമായിരിക്കുമോ എന്ന് ചോദിച്ചു പൊന്നു. അതിലെന്താ സംശയം? പൊന്നുവിൻ്റെ അമ്മ സുന്ദരിയല്ലേ, പിന്നെ
അപ്പോൾ ആ മോളുടെ അമ്മയും സുന്ദരി ആയിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അമ്മമ്മ സുന്ദരിയാണോ എന്നൊക്കെ പൊന്നു കയറി ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അതിനുശേഷം പൊന്നുകുട്ടിയുടെ ടെൻഷനൊക്കെ മാറ്റാം, നമുക്ക് ഔട്ടിങ്ങിന് പോവാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പിന്നെ നമ്മുടെ അഭി ആശ്രമത്തിലേക്ക് ചെന്നു. അപ്പോഴേക്കും ആ സ്വാമിനി ഇറങ്ങി വന്നു. ആരാ എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ജാനകിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. അതെയോ, ആ ജാനകി ഇവിടെ ഉണ്ടല്ലോ, അബ്രഹാം സാറാണല്ലേ സ്വാമിനി ചോദിച്ചു. അപ്പം അതെ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കാം. ജാനകി അമ്മയുടെ റൂമിലുണ്ട്, സാർ വരുമെന്ന് പറഞ്ഞു, കാണിച്ചു തരാമെന്ന് പറഞ്ഞിങ്ങനെ അബിയെ സ്വാമിനി വിളിച്ചുകൊണ്ട് പോയി. ഈ സമയത്ത് നമ്മുടെ ജാനകി അമ്മയ്ക്ക് വെള്ളവും ചായയൊക്കെ കൊടുത്തിങ്ങനെ അടുത്തിരിപ്പുണ്ട്. അന്ന് വാതിലിൽ മുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. ദേ അബിയെ കണ്ട സന്തോഷത്തിൽ ജാനകി ഇങ്ങനെ മതിമറന്നിങ്ങനെ നിൽക്കുക. അബിയാണെങ്കിൽ അമ്മയെ കാണാനുള്ള ആകാംക്ഷയോടെ നിൽക്കുകയാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അമ്മയെ അബി കണ്ടു. അബിയാണെങ്കിൽ സന്തോഷത്തോടെ അകത്തേക്ക് കയറി ചെന്നു. അമ്മ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക, ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അമ്മേ, ഇതാരാന്ന് നോക്കിക്കേ വന്നിരിക്കുന്നേ? അമ്മേ, ഇത് അമ്മയുടെ മോളുടെ ഭർത്താവാണെന്നൊക്കെ പറയുന്നുണ്ട്, അമ്മയുടെ മരുമകനാണെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അമ്മ കാണുന്നില്ലേ എൻ്റെ അബിയേട്ടനെ, ഇത് അമ്മ നോക്കിക്കേ അമ്മയെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് അബി ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ ഇരിക്കുക കേട്ടോ. അപ്പോൾ അബിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന്. അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ എന്നൊക്കെ അബി ഇങ്ങനെ ചോദിക്കുക. ഞാൻ അബി അമ്മ ഞാൻ ഇത് അമ്മയുടെ മകളാ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ അമ്മയോട് പറയുന്നു. അബിയേട്ടൻ പറയുന്നത് കേട്ടിട്ട് അമ്മ എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ ജാനകി അമ്മയോട് ചോദിക്കുക. അപ്പോൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ഒരു വാക്കമ്മ അബിയേട്ടനോടൊന്ന് ചോദിക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി അമ്മയോട് പറയാം. ഒന്ന് ചോദിക്കമ്മേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അമ്മ ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുക. ഈ സമയത്ത് അബിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മ എന്താ ആരോടും ഒന്നും മിണ്ടാത്തേ എന്ന് അബി അന്നേരം ചോദിച്ചു. അമ്മയെപ്പറ്റി വിവരം കിട്ടിയ ഒരു നിമിഷം മുതൽ ദേ അമ്മയുടെ മകൾക്ക് അമ്മയെന്നുള്ളൊരു ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അബി ഇങ്ങനെ അമ്മയോട് പറയുക. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക ഒന്നും മിണ്ടാതെ. അമ്മയുടെ മകൾ എവിടെയെല്ലാം ഓടി നടന്നെന്ന് അമ്മയ്ക്ക് അറിയാമോ? അമ്മ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല ജാനകി ഇങ്ങോട്ടേക്ക് വന്നത്. പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് ജാനകി അവസാനം ഇവിടെ എത്തിയതെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അബി. അപ്പം ജീവിതത്തിൽ ഇവളെ ഏറ്റവും കൂടുതൽ സന്തോഷമായി കാണുന്ന ഒരു നിമിഷം ഇതാണ് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇവളോടൊന്നും മിണ്ടുന്നില്ല എന്ന് അവൾ എന്നോട് കരഞ്ഞാ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴും ആ അമ്മ ഇങ്ങനെ തന്നെ ഇരിക്കുക, കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചലിപ്പിച്ചുകൊണ്ട്. അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഒരു ഇതിൽ. അപ്പോൾ ഇവളെ അമ്മ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് അബി പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വേദനകൾ അനുഭവിച്ചവളാണ് ഇവള്. അമ്മയെ കണ്ടെത്തിയിട്ടും അമ്മയ്ക്ക് അവളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. അവൾക്ക് ഇപ്പോഴും അതിൻ്റെ സങ്കടം അമ്മയെന്നൊക്കെ പറഞ്ഞ് അബി ഇങ്ങനെ അമ്മയോട് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അമ്മ മൈൻഡ് ചെയ്യുന്നില്ല. അമ്മ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അമ്മ എന്തെങ്കിലും ഒന്ന് പറ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അമ്മ പ്രതികരിക്കാതെ വന്നപ്പം ഇതെന്താ ഇത് എന്ന് അബി ജാനകിയോട് ചോദിച്ചു. അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ മകളാണ് എന്ന് ആവർത്തിച്ച് അബിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം ജാനകി പറഞ്ഞു. അതൊന്ന് അമ്മയുടെ മനസ്സിൽ പതിയുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജാനകി അഭിയോട് അന്നേരം പറയൂ കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എതിർപ്പും എല്ലാം കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ജാനകി. ശീലിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന കാര്യമൊക്കെ ജാനകി അന്നേരം പറഞ്ഞു. അന്നേരവും അമ്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമല്ലേ ജാനകി? ദേ തൽക്കാലം നമുക്ക് അങ്ങനെ ആശ്വസിക്കാമെന്ന് അഭി ഇങ്ങനെ പറയുമ്പം ശരിയാണെന്നുള്ള രീതിയിൽ തലയാട്ടി ജാനകി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. നീ ഒന്ന് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അബി എന്നിട്ട് ജാനകിയെ വിളിച്ച് പുറത്തേക്ക് പോവുക. അമ്മ അന്നേരം ആ ഇരിപ്പ് തന്നെ അവിടെ ഇരിക്കുക കേട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അബിയേട്ടൻ എന്നോട് പൊറുക്കണം, നമ്മുടെ ഒന്നിച്ചുള്ള ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് അബിയേട്ടനോട് ഞാനൊരു കളവ് പറഞ്ഞത്. അതിൻ്റെ ശിക്ഷയാവാം ഒരു പക്ഷേ അമ്മയെ ഇങ്ങനെ ഒരു നിലയിൽ എനിക്ക് കാണേണ്ടി വന്നതെന്നൊക്കെ നമ്മുടെ ജാനകി പറയുമ്പം ഞാനും നീയും വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് മനസ്സുകൾ കൊണ്ടല്ലേ എന്ന് ജാനകിയോട് അബി അന്നേരം ചോദിക്കുക. കൂട്ടുകാരിയുടെ കാര്യം നീ എന്നോട് പറയുമ്പോൾ നിന്റെ മനസ്സ് എന്നോട് പറയുന്നത് കളവാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അബിദേ നമ്മുടെ ജാനകിയോട് പറയുവാണ്. നീ അമ്മയെ തേടി ഇവിടെ എത്തിയത് കൂട്ടുകാരി വഴിയല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നും അഭി ജാനകിയോട് പറയുന്നു. നീ തനിച്ചിവിടേക്ക് വരുമ്പോൾ ഞാൻ ടെൻഷനായതും അതുകൊണ്ട് തന്നെയാണെന്നും അഭി ജാനകിയോട് പറയാട്ടോ. അമ്മ ഇവിടെ ഉണ്ട് എന്ന് നിനക്ക് ആരിൽ നിന്നോ ഒരു സൂചന കിട്ടി. ആ ഒരു സൂചന വെച്ച് അമ്മയുടെ അരികിലേക്ക് കൈവിട്ടുപോയ കുഞ്ഞിനെ പോലെ നീ തനിച്ച് വരണമെന്ന് ആഗ്രഹിച്ചാൽ അതൊരു സ്വാർത്ഥതയായ തെറ്റായി ഞാൻ ഒരിക്കലും കരുതത്തില്ല ജാനകി എന്ന് ഇങ്ങനെ അഭി പറയുന്നു. അങ്ങനെ ജാനകി പറഞ്ഞ കള്ളങ്ങളൊക്കെ നമ്മുടെ അഭി കണ്ടുപിടിക്കുക. അപ്പോൾ അഭിയേട്ടാന്ന് പറഞ്ഞ ജാനകി വിളിച്ചപ്പോൾ അഭി ഒന്ന് ചിരിച്ചു. നിന്നെ ഞാനല്ലാതെ വേറെ ആരാ അറിയുന്നത് ജാനകി? അഭിയേട്ടനെ പിടിച്ചെനിക്ക് കരയാനാ തോന്നുമെന്ന് പറയുമ്പോൾ ഇനി നീ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിന്റെ കാറിന് പിന്നാലെ ഞാൻ അയച്ച ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അഭി പറയുന്നു. ജാനകി ഞെട്ടിപ്പോയി.
അപ്പോൾ ജാനകിയൊട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മയെ കണ്ടെത്തിയെന്നും നീ ഇവിടെ കഴിയുകയാണെന്ന് അറിയിച്ചതിന് ശേഷമാണ് അയാൾ ഇവിടെ നിന്ന് തിരിച്ചു പോയതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അഭി പറഞ്ഞപ്പോൾ ജാനകി ഞെട്ടിപ്പോയി. അപ്പോൾ ജാനകിയുടെ വണ്ടിയുടെ പിന്നാലെ ഒരു ചേട്ടൻ ഫോളോ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ അതെ അഭിയേട്ടാ, ആ മനുഷ്യൻ, അതായത് നമ്മുടെ വക്കീലിൻ്റെ കാര്യം നേരം പറഞ്ഞു. അപ്പോൾ വക്കീലാണ് അച്ഛൻ്റെ പഴയ അക്കൗണ്ടിനെ തേടി പോയതെന്നും പിന്നെ ശരണാലയത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടെത്തി തന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവർ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.